ഹായ്, ഞാൻ അനീഷ്, ക്യൂൻസ് ഗാർഡൻ. അതായത് മാൻഡിവില്ലയുടെ ഒരു ഡിഫറൻസ് പറയാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മാൻഡിവില്ലയുടെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് പൂനെ പ്ലാന്റ്സ്, ഡിപ്ലഡേനിയ പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഉണ്ട്. അത് ഈ ചകിരിച്ചോറിലൊക്കെ വെച്ചിട്ട് വന്നിട്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് ചീഞ്ഞു പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതാണ് ഒറിജിനൽ മാൻഡിവില്ലയുടെ ലീവ്സ്. ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഇത് റെഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് ചെക്ക് ചെയ്യുക. ഇത് പിങ്ക് പ്ലാന്റ്. ഇത് കുറച്ച് പരന്ന ലീഫായിരിക്കും, പക്ഷെ തിക്നെസ് കുറവായിരിക്കും. ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ്. നമുക്കിത് സെയിലിനുള്ള പ്ലാന്റ്സ് ആണ് ഈ കിടക്കുന്നതെല്ലാം. ഇതൊക്കെ മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ്. ഇത് റെഡിൻ്റെ സൈസാണ്. റെഡ്, പിങ്ക്, വൈറ്റ് 3 കളേഴ്സിൽ നമുക്ക് ഈ സൈസിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇത് പാക്കിംഗ് എന്ന് പറയുന്ന കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഡബിൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതൊരു പക്ക നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മെയിൻ പ്ലാന്റ് ആണ്. മെയിൻ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഇതാണ് നമ്മുടെ മെയിൻ ഒരു റെഡ് പ്ലാന്റാണ് ഈ കാണിക്കുന്നത്. അതുപോലെയാണ് ഇത് വൈറ്റ് വരുന്നതും നമ്മുടെ ഒരു മദർ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റാണിത്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, മണൽ വാർന്നു പോകുന്ന, പെട്ടെന്ന് വെള്ളം വാർന്നു പോകണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. എല്ലുപൊടി അല്ലെങ്കിൽ NPK 19 ഒക്കെ യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ കട്ടിയുള്ള വേറെ ഒരു മരുന്നുകളും യൂസ് ചെയ്യാൻ പാടില്ല. ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്ന സൈസ്. 650 രൂപയുടെ സൈസാണിത്. 650 പ്ലസ് കൊറിയറാണ് ഇതിന് വരുന്ന ചാർജസ്. പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്, കപ്പ് സൈസ് പ്ലാന്റ്സ്, ചെറിയ കവർ സൈസ് ഇരിപ്പുണ്ട്. 200 രൂപയാണ്. അതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റെഡ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള കളേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ റെഡ് മാത്രം കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു 10-50 പ്ലാന്റ് ഇനി ഉണ്ടാവും. ബാക്കിയെല്ലാം സെയിലായി പോയി. അപ്പോൾ ഇതാണ് സെയിൽ സൈസ്. മെച്ചുവേർഡ് പ്ലാന്റ് സെയിൽ സൈസ് ഇതാണ്. ഇത് 650 രൂപ പ്ലസ് കൊറിയറാണ് വരുന്നത്. പിന്നെ നമുക്ക് ഡിപ്ലഡേനിയ എന്ന് പറയുന്ന പ്ലാന്റ്, ഇതാണ് ഒറിജിനൽ മാൻഡിവില്ല. റോക്ക് ട്രംപറ്റ് വൈൻ എന്നൊക്കെ പറയുന്ന ഒറിജിനൽ മാൻഡിവില്ല ഇതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഡിപ്ലഡേനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വരുന്നുണ്ട്. പൂനെയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂനെയിൽ നിന്ന് വരുന്ന പ്ലാന്റ്സ് ആണ്. അത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും പിടിക്കില്ല. മേടിച്ചവർക്കെല്ലാം അനുഭവം ഉണ്ടാവും. അവർക്കൊക്കെ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ വർഷങ്ങളായിട്ട് മാൻഡിവില്ല ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് പഠിച്ചാണ് ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്കിത് ഫംഗിസൈഡ് യൂസ് ചെയ്യാം. ഫംഗസ് ഇലയിൽ ഫംഗസ് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, അത് മഴ സമയത്താണ് കൂടുതൽ വരുന്നത്. മാക്സിമം വെയിൽ വേണം കേട്ടോ ഈ പ്ലാന്റിന്. നല്ല ത്രൂ ഔട്ട് സൺലൈറ്റ് കിട്ടിയാൽ ബെറ്ററാണ്. അതിന് അത്രയും ഫ്ലവറിങ് ഉണ്ടാവും. സീസണൽ പ്ലാന്റും അല്ല ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കെയർ ചെയ്ത് പ്ലാന്റ് വളർത്തിയെടുത്താൽ നമുക്ക് ഇതുപോലെ ഫ്ലവറിങ് തരുന്ന വേറൊരു പ്ലാന്റ് ഇല്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. സോ നമ്മൾ മേടിക്കുന്ന ആൾക്കാർ ഇത് കൊണ്ടുപോയി കെയർ ചെയ്യാതെ നശിച്ചു പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇത് നാശമായി പോകുന്നുണ്ട്. നമുക്ക് കൊൽക്കട്ട പ്ലാന്റ്സ് വരുന്നുണ്ട്. അത് എന്താ സംഭവം, നമുക്ക് മണ്ണ് ഇളക്കി കളയുകയോ ചെയ്യരുത്. കവറിലിരുന്നിരിക്കുന്ന ക്ലേ പോലത്തെ മണ്ണാണ്. അത് നമ്മൾ ലൂസ് മണ്ണിൽ വെച്ച് ആ മണ്ണിലേക്ക് ഇതിൽ നിന്ന് വേറെ ഇറക്കിപ്പിച്ച് വേണം ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ. ആ മണ്ണ് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ റൂട്ടിലിരിക്കുന്ന ഡാമേജ് ആവും. അതാണ് പ്രശ്നം. ഒക്കെ നമ്മുടെ കാലാവസ്ഥയിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. ഈ പിങ്ക് ഇതൊക്കെ മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ്. നമ്മളെ കാലാവസ്ഥയിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. പിന്നെ മാൻഡിവില്ലയുടെ ഞാൻ ഈ ഫോട്ടോ റെഫറൻസ് വെച്ചേക്കാണ്. ഇത് റെഡ്, ഇത് ഒറിജിനൽ മാൻഡിവില്ലയാണ്. ഇതും ഒറിജിനൽ മാൻഡിവില്ലയാണ്. ലീഫ് ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. പാക്കിങ് ഇങ്ങനെയാണ്. ഇത് പിന്നെ ഡബിൾ പാക്ക് വരും. ഇതും ഒറിജിനൽ മാൻഡിവില്ലയാണ്. ഇത് നമ്മളെ ഇരിക്കുന്ന മെച്ചുവേർഡ് പ്ലാന്റ്, നമ്മളെ റെഫറൻസ് അല്ല, നമ്മളെ ഇരിക്കുന്ന പ്ലാന്റാണ്. ഇത് പിങ്ക് സൈസ് പ്ലാന്റ് ആണ്. പിങ്കിൻ്റെ ഒറിജിനൽ പ്ലാന്റ്. ഇതും പിങ്കിൻ്റെ ഒറിജിനൽ ലീഫ് ശ്രദ്ധിക്കുക. വലുതാവും തോറും ലീഫ് വലുതായിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രത്യേകതയുണ്ട്. ഇതും ഒറിജിനലാണ്. പിന്നെ വരുന്നത് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തതായി വരുന്ന ഒരു റെഡ് കളർ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് ഡിപ്ലഡേനിയ. മാൻഡിവില്ലയുടെ ഫ്ലവർ പോലെ ഇരിക്കും. ലീഫ് ഭയങ്കര കട്ടിയായിരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും പിടിക്കില്ല. ഇത് മേടിച്ചവർക്കെല്ലാം ഫെയിലിയറാണ്. അതുപോലെ ഈ റെഡും ഇതും ഡിപ്ലഡേനിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ വൈറ്റ് കാണിക്കുന്നത് ഒറിജിനൽ മാൻഡിവില്ലയാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.